കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും അടച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് ശ്മശാനം അടച്ചിട്ടത്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും അടച്ചു. അറ്റകുറ്റപ്പണികളുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് ശ്മശാനം അടച്ചിട്ടത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും പൊതുശ്മശാനം തുടർച്ചയായി അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മാസങ്ങളോളം പൂട്ടിയിട്ട ശേഷം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 5 മാസം മുൻപ് 3,95,000 രൂപ ചെലവഴിച്ചാണ് പൊതുശ്മശാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ മണിക്കൂറുകൾ എടുത്തതും സംസ്കാരം നടക്കുന്നതിനിടെ പലവട്ടം പാതിവഴിയിൽ നിലച്ചതും മൂലം വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടേണ്ടി വന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷവും ഒരു ദിവസം 2 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കുന്ന നിലയിലേക്ക് ചുരുങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഇതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി അനിശ്ചിതമായി അടച്ചിടുന്നത്. 2020 പൊതുശ്മശാനം നവീകരണത്തിനും 2ാം ബർണർ സ്ഥാപിക്കുന്നതിനും 36 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നിലവിലുള്ള ബർണറെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മൂവാറ്റുപുഴയിലെ പൊതുശ്മശാനം അടച്ചിടുന്നതോടെ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും മൃതദേഹം സംസ്കരിക്കാൻ പെരുമ്പാവൂർ, തൊടുപുഴ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടി വരികയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.